കായയും ചേനയും കൂടി മെഴുക്കുവരട്ടിയല്ല കേട്ടോ, കായയും ചേനയും പിന്നെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കായയും ചേനയും, ഒരു കായയും ഒരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത സാധനം ചേർക്കാൻ പോണെന്ന് വെച്ചാൽ അച്ചിങ്ങയാണ് കേട്ടോ. സാധാരണ അച്ചിങ്ങയും കായയും അല്ലെങ്കിൽ അച്ചിങ്ങയും ചേനയൊക്കെയാണ് ചേർക്കണത്. അപ്പം ഞാനിത് മൂന്നും കൂടിയാണ് ഇപ്പോൾ ഇവിടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ചിങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, ഇതുപോലെ വേവില്ലാത്തതുകൊണ്ട് കായയും ചേനയും ഒന്ന് വെന്തതിന് ശേഷമാണ് അച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4